പഴയ കാലത്ത് മാത്രം കണ്ടുവരുന്നൊരു സംവിധാനമാണ് ഇങ്ങനെ കുത്തിയിരുന്നരിക. ഇപ്പം മെഷീനറികളൊക്കെ ആയിപ്പോയി. ഇനി ഇതുപോലെ ഇങ്ങനെ കപ്പ എത്താനൊന്നുമല്ല. അന്നത്തെ കാലത്ത് ഇങ്ങനെ പദമാണ് കപ്പ എടുത്താൽ അതിന് പദമാണ് കൊടുക്കാറ് അല്ലേ? ഞാനും പോയിട്ടുണ്ട്. അല്ലേ, ഞാനിപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു 4-5 വർഷമായി ഞാൻ ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ടെ. കാര്യം ഇപ്പോൾ ചെറിയൊരു കപ്പ, കുറച്ച് കപ്പ ഉള്ളെങ്കിലും അപ്പോൾ ഇവരുടെ ആൾക്കാരെല്ലാം കൂടി ഇതും പദമാണോ അതോ ശമ്പളമാണോ? ശമ്പളമാണോ? പൊടിയാണല്ലോ എന്നാണ് കപ്പയല്ലേ, പണിക്കൂലി കൊടുക്കാതിരിക്കാൻ പറ്റുമല്ലോ. അതോ നിങ്ങളെല്ലാം ഒരുമിച്ചിട്ട കപ്പയാണോ? സ്വന്തം കപ്പയാണോ? എല്ലാവരും കുത്തിയിരുന്ന് എത്തുന്നു. കാരണം നല്ല കപ്പ കഴിക്കാം. കിട്ടതല്ലേ? കിട്ടതാ അല്ലേ? ആ, അതുകൊണ്ട് നല്ല കപ്പ കഴിക്കാം. ആ, വിഷമില്ലാതെ. ഇപ്പം എന്ന് പറഞ്ഞാൽ ഉണക്കപ്പ നമ്മൾ കടകളിൽ നിന്ന് മേടിച്ചാൽ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു പൊടിയോ എന്തെങ്കിലും ഇടും. ഇത് പൂപ്പൽ പിടിക്കാതിരിക്കാം. അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ടാൽ നമുക്ക് നല്ല സാധനം കഴിക്കാം. ഞാനിങ്ങനെ വന്ന വഴിക്ക് ഓരോന്നിങ്ങനെ നോക്കുന്നുണ്ട് എന്തെങ്കിലും കിട്ടുമെന്ന്. ഞാൻ അടുത്ത ദിവസം ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒരു ചെറിയൊരു വീഡിയോ ഉണ്ട്, അത് ഞാൻ പിന്നെ പരിചയപ്പെടുത്താം. നേരത്തെ ഞാനും കപ്പയെത്താൻ പോയിട്ടുണ്ട്. അന്ന് പദവാ. കാശില്ല. ആ, കപ്പ തരുവുള്ളൂ. പക്ഷെ കപ്പയാണേലും മതി. അന്നത്തെ കാലത്ത് ഒന്നുമില്ല. ഇന്നത്തെ പിള്ളേർക്ക് അതൊന്നും കണ്ടാൽ അറിയത്തില്ലല്ലോ. ഇന്നത്തെ പിള്ളേർക്ക് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ റബ്ബറൈസ്ഡ് റോഡാണ് ഇപ്പോഴത്തെ പിള്ളേർ കാണുന്നത്. പണ്ടൊക്കെ വരുമ്പോൾ കാളവണ്ടി ഓടുന്ന വഴികളൊക്കെ ആർക്കെങ്കിലും അറിയോ? ഏതെങ്കിലും കുട്ടികൾക്ക് അറിയാമോ? ആ അത് തന്നെ. അപ്പോൾ പഴയ കാലങ്ങളിൽ ആദ്യം കാളവണ്ടി കുഞ്ഞാട്ടൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു നമ്മുടെ വെള്ളയാങ്കുടി ഭാഗത്ത്. നിങ്ങൾക്ക് അറിയുന്നവർ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെ കാളവണ്ടിയിൽ പുല്ലടിയാണ് മെയിൻ. പുല്ലടി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പുല്ലല്ല കേട്ടോ, മേച്ചിപ്പുല്ല്. ഈ പുല്ലെന്ന് പറഞ്ഞാൽ വേറെ ഒക്കെ ചിന്തിക്കാറുണ്ട്. അതല്ല, പെരമേയാനുള്ള മേച്ചിപ്പുല്ല് അവർ മെയിനായിട്ട് കൊടുക്കുന്ന ആൾക്കാരാണ് ഈ കാളവണ്ടിക്കാർ. കാരണം വെച്ച് കഴിഞ്ഞാൽ പെട്രോൾ ജീപ്പിലൊന്നും കയറിക്കൊണ്ട് പോകാൻ പറ്റില്ല, തീ പിടിക്കുന്നുള്ളൊരു ഭയം കൊണ്ട്. അവരൊക്കെ മരിച്ചുപോയി. അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിലൊക്കെ ഞങ്ങൾ ഇങ്ങനെ പിന്നെ അന്നത്തെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നെല്ല് കുത്തരിയുടെ ചോറ്. അതാണ് ഇന്നത്തെ കാരണവന്മാരുടെ ആരോഗ്യം എന്ന് പറയുന്നത്. പഴയ കാലത്ത് നെല്ലുകുത്തിരിയുടെ ചോറാണ്. അന്നത്തെ ആൾക്കാർ ആർക്കും അറ്റാക്കോ അങ്ങനെയുള്ള പ്രമേഹം പോലുള്ള അസുഖങ്ങളോ ഇല്ല. കാരണം വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല, ഈ നെല്ലുകുത്തിരിയുടെ ചോറിൻ്റെ ഒരു പ്രത്യേകത എന്നാണെന്നറിയോ? അതിൻ്റെ ഇഷ്ടം പോലെ തവിടുണ്ട്. അതിൻ്റെ അത് മായമില്ല. നമ്മൾ സ്വന്തമായിട്ട് ഇവിടെ ഉണ്ടാക്കുന്ന പുതിയ നെല്ല് തന്നെ നമ്മൾ പുഴുങ്ങി ഉണങ്ങി ഉണ്ടാക്കുന്നതുകൊണ്ട് അതിന് പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് അത് മതി. രാവിലെ ഒരു ശകലം കഞ്ഞി കൊടുത്താൽ ഇന്നത്തെ പിള്ളേർക്ക് ഒരു നെല്ലുകുത്തരി എന്ന് പറഞ്ഞ സാധനം നമ്മൾ കേൾപ്പിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. അവർക്ക് ആ ഒരു കഞ്ഞിയോ ആ ചോറോ അവർക്ക് ഇന്ന് കഴിക്കാനുള്ള യോഗം ഉണ്ടായിട്ടില്ല. അപ്പം എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ, എന്നെ കേൾക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പരമാവധി ഒരു 2 സെൻറ്റ് സ്ഥലത്തിലെങ്കിലും നമ്മുടെ മക്കൾക്ക് വേണ്ടിയെങ്കിലും ഒരു ചെറിയൊരു കണ്ടവും ഒരു നെൽകൃഷിയും തുടങ്ങുവാണെങ്കിൽ അവനവൻ്റെ വീട്ടിൽ പിള്ളേർക്കെങ്കിലും കഞ്ഞി കുടിക്കാൻ നല്ല നാളിൻ്റെ പഴയ കാലത്തിൻ്റെ ഓർമ്മ പിള്ളേർക്കും കൊടുക്കാൻ പറ്റും. അതാണ് അതിൻ്റെ ഗുണം. അതൊക്കെ അല്ല, പക്ഷെ അത് നമ്മൾ നോക്കണ്ട. നമ്മളത് നോക്കണ്ട. അത് നമ്മൾ നോക്കണ്ടെന്നേ. നമ്മളെന്നത്ര നോക്കുന്നത്? നമ്മുടെ കാര്യം നോക്കുക. എലിയോ പുലിയൊക്കെ വരുവാണെങ്കിൽ അന്നേരം നോക്കാം എന്ന് വെച്ചാൽ മതി. അതുങ്ങളെ വിഷമൊന്നും വെച്ച് കൊള്ളണ്ടെന്നേ. അവർക്ക് ഇപ്പോൾ പുതിയ സംവിധാനങ്ങളൊക്കെ ഉണ്ട്.
പല മണി കെട്ടി തൂക്കുമോ പാട്ടൊക്കെ ഇടിക്കുകയോ ഒക്കെ ചെയ്തൊക്കെ ഓരോ ഓടിക്കാം. പിന്നെ അന്ന് ഇഷ്ടംപോലെ തത്തയും ഒക്കെ ഉണ്ടായിരുന്നു. കളകളം പാടി വരുന്ന കുരുവികളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഞങ്ങളൊന്നും ഇപ്പോൾ കാണാൻ പോലും ഇല്ല. പിന്നെ എനിക്ക് ഞാൻ വെറുതെ ചെയ്തതല്ല, ഇത് യൂട്യൂബിൽ കൊടുക്കാൻ തന്നെയാണ് ഞാൻ ചെയ്തത്. എനിക്ക് യൂട്യൂബുണ്ട്. ഞാൻ മീൻ കച്ചവടമായിട്ട് എനിക്ക് സ്വന്തമായിട്ട് യൂട്യൂബുണ്ട്, യൂട്യൂബ് ചാനലുണ്ട്. റോയി കട്ടപ്പന ബ്ലോഗ്സ് എന്നാണ് അതിൻ്റെ പേര്. റോയി കട്ടപ്പന ബ്ലോഗ്സ് നിങ്ങൾ സെർച്ച് ചെയ്താൽ കിട്ടും. ഞാനങ്ങനെ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എങ്ങനെയെങ്കിലൊക്കെ ഇങ്ങനെയുള്ള നല്ല നല്ല വീഡിയോകൾ മാത്രമേ ചെയ്യാറുള്ളൂ, അല്ലാതെ ചുമ്മാ തോന്നുന്നൊന്നും ചെയ്യാറില്ല. പിന്നെ ഞാൻ കുറേ പാട്ട് പാടിയിട്ടുണ്ട്. പാട്ട് പാടാൻ തന്നെ ഉണ്ടാക്കിയതാണ്. പിന്നെ പിന്നീടാണ് ഒരു മാറ്റം വരുത്തിയത്. എന്നാൽ ശരി, ഇനി അടുത്ത ദിവസം കാണാം കേട്ടോ. എല്ലാവരും